Hello guys, welcome back to my YouTube channel Life of Ashwati Nikhil. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്ക്രബാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് ആ സ്ക്രബ് ഉണ്ടാക്കുകയും ചെയ്യാം, അപ്ലൈയും ചെയ്യാം. യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇല്ലാതെ നല്ല ബെനിഫിറ്റ്സ് തരുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സ്ക്രബാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ആയിട്ട് വേണ്ട നമ്മുടെ മെയിൻ കോർ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതായത് ഒരു 24 hours ഉള്ള കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ ഒരു 8 തൊട്ട് ഒരു 12 മണിക്കൂർ അത്രയും ഗ്യാപ്പിലുള്ളതും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെച്ച കഞ്ഞിവെള്ളം. അത് ഏത് തരം കഞ്ഞിയുടെ, അതായത് ചോറിൻ്റെ അരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു കഞ്ഞിവെള്ളം ആയിരിക്കണം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് പൗഡറാണ്, അഥവാ അരിപ്പൊടിയാണ് വേണ്ടത്. നന്നായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അരിപ്പൊടി. അപ്പം അരിപ്പൊടി അത് നല്ല സ്ക്രബിങ് എഫക്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് വേണ്ടത്. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരു ഓപ്ഷണലാണ്. നമുക്ക് ഒരു പിഞ്ച് ടർമറിക്കും കൂടെ വെള്ളം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ എന്തെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒരു ബൗളിലേക്ക് എടുക്കാം. എനിക്കിത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ച് ടർമറിക് പൗഡർ, അത് കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ, കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അരച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടർമറിക് പൗഡർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് സ്ക്രബ് ചെയ്യാൻ എളുപ്പത്തിൽ ആ ഒരു പരുവത്തിനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജെല്ലായിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കാൻ വെക്കുക. ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റൊക്കെ ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലിയോ അല്ലെങ്കിൽ മന്ത്ലി ഒരു ട്വൈസ് എങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു സ്ക്രബിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും, സ്കിന്നിൻ്റെ ഓയിൽനെസ് കുറയ്ക്കാനും, സ്കിന്നിൻ്റെ ഡേർട്ടും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും ഒക്കെ ഒരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള സ്ക്രബാണിത്. പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യാനും, നമ്മുടെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും ഒക്കെ ഇത് ബെനിഫിറ്റാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയും ഡാർക്ക് സ്പോട്ട്സിനെയും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും സ്കിന്നിനെ ഒന്ന് കാമാക്കി വെക്കാനും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സ്ക്രബാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളില്ല. എന്നാൽ നല്ല ബെനിഫിറ്റ്സ് നമുക്കിതിൽ നിന്ന് ഉണ്ടാവും. വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.